ഇപ്പോൾ ഇതാ റാന്നിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ മുഖ്യമന്ത്രി 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവർ കാരണം അന്നത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാ. ഇപ്പോൾ എബി ഇവിടെ വന്നു പോയല്ലേ, 7 കടകളാണ് 2018 കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു, എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പം കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. അവർക്ക് വായ്പ നൽകുന്ന കാര്യവും മറ്റ് സഹായം ചെയ്യുന്ന കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കും. തകർന്നു പോയ വീടുകൾ, ഇപ്പൊ സ്കൂളിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു എന്നൊരു പരാതി ഇപ്പൊ വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി MLA എല്ലാ കാര്യത്തിലും ഉണ്ട്. അന്നു മുതൽ ആ സമയം മുതൽ ഞങ്ങൾ MLAയും മന്ത്രിയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്താൻ, NDRFനെ ഏർപ്പെടുത്താൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഒരു ദുരിതം വരുമ്പോൾ ദുരിതം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണ്ടേ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ നദികളെല്ലാം നിറഞ്ഞിടക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിലെ മണ്ണും ചെളിയും നിറഞ്ഞിടക്കുകയാണ്. നമ്മൾ ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അടിയന്തരമായ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. അപ്പൊ ഡാമിൽ മഴ ജൂണും ജൂലൈയിലും മഴ പെയ്യാത്തത് കൊണ്ട് രക്ഷപ്പെട്ടാണ്. ജൂണിലും ജൂലൈയിലും മഴ പെയ്തിരുന്നെങ്കിൽ ഡാമും നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡാമിലും അവിടെയും ചെളിയുണ്ട്, അതും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, സേഫ് ആക്കും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളിയും മണ്ണുമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ഉൾക്കൊണ്ടുപോകും. ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും പത്തനംതിട്ടയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ പൂർണ്ണമായി. പിന്നെ നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗിയായി. കാരണം ഏത് സമയത്തും പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നാളുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധാനമാക്കി അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ എല്ലാം പങ്കുചേരുന്നു. കൂടെ സർക്കാർ ഉണ്ടാവും. ക്യാമ്പുകളെല്ലാം MLAമാരും മന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭംഗിയായിട്ട് അത് നടത്തി, നല്ല രീതിയിൽ അത് നടത്തി. അത് ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വെളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും, നിങ്ങളുടെ വെളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന അത് ഇപ്പോൾ MLA കുറേ നിർദ്ദേശങ്ങൾ എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. MLA ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വേറെ റാന്നിയുടെ കുറേ ആവശ്യങ്ങൾ കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചെയ്യും, പേടിക്കണ്ട. നിങ്ങളിവിടെ നൽകിയ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിവിടെ എല്ലാവരും വന്ന് അത് നിങ്ങളുടെ ദുരിതത്തിന്റെ ആഴം എന്താണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പലരും വന്നത് പറഞ്ഞത് ഒരു പ്രാവശ്യം വെള്ളം കയറി ക്ലീൻ ചെയ്തപ്പോഴേക്ക് രണ്ടാമതും വെള്ളം കയറി, അല്ലേ? അങ്ങനെ അനുഭവം ഉണ്ടായ പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്നു. പരിഹാരമുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കും.
ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഈ വ്യാപാരികളുടെയും ഒപ്പം കാർഷിക മേഖലയിൽ വന്ന നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു തീരുമാനം നാളെ അറിയിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.